ഓണറുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് പ്രോഗ്രാം പരിശീലിക്കുന്നുണ്ട്. കാരണം ഈ 12 പടികൾ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിന് അപ്പുറത്തേക്കായിട്ട് ഓരോ പടിയും എന്താണ്, ആ ഓരോ പടിയും എന്തിനാണ്, ഓരോ പടിയും എങ്ങനെയാണ്, ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരു സ്പോൺസറോട് ചേർന്ന് നിന്ന് നമ്മൾ പ്രോഗ്രാം പരിശീലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ ഡ്രൈ ഡ്രങ്ക് അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് മാറി വരാൻ പറ്റും, നല്ലൊരു ഏക്കാരനായിട്ട് മാറാൻ പറ്റും. സ്പോൺസർഷിപ്പ് തന്നെ. പക്ഷെ അതിനോടൊപ്പം തന്നെ സാഹിത്യത്തിലുമുണ്ട്. കാരണം ഇത് വായിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ ഇവിടുന്ന് കുറേ നമ്മൾ മൈക്കിൽ കൂടി പറയുന്നതോ അല്ല പ്രോഗ്രാം. ഇറ്റ്സ് എ പ്രോഗ്രാം ഓഫ് ആക്ഷൻ. പ്രവർത്തിക്കേണ്ടതാണ്, പണി ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ നമ്മൾ തന്നെ വർക്ക് ചെയ്യണം. അതല്ലേ, ഇറ്റ് വർക്ക്സ് ഇഫ് യു വർക്ക്. നിങ്ങൾ പണിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കൂലി കിട്ടും. പക്ഷെ അപ്പോഴും നല്ലൊരു നിർദ്ദേശം തരാനായിട്ട് പ്രോഗ്രാം പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പോൺസറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുകയാണെങ്കിൽ എൻ്റെ അനുഭവത്തിൽ അത് വളരെ ഗുണകരമാണ്. മറിച്ച് ഇപ്പോൾ ബുക്ക് നോക്കിയിട്ട് തന്നെ വളരെ കുറേയേറെ പേരൊക്കെ റിക്കവറിലായതായിട്ടൊക്കെ ആദ്യകാലങ്ങളിലെല്ലാം പറയുന്നുണ്ട് നമ്മുടെ ബിഗ് ബുക്ക് നോക്കിയിട്ട് തന്നെ. പക്ഷെ ഇപ്പോഴൊക്കെ എന്നറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പോൺസറുടെ സഹായം എനിക്ക് വളരെയേറെ പ്രയോജനകരമായിരുന്നു. ഷിബു. ഹലോ, ചോദിച്ചോളൂ. ഓക്കെ. എന്നെ സംബന്ധിച്ചുള്ളൊരു അനുഭവമാണ് പറയുന്നത്. പിന്നെ എനിക്ക് മീറ്റിങ്ങുകളിൽ തന്നെ, ഫിസിക്കൽ മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ ഓൺലൈൻ മീറ്റിങ്ങുകളിൽ തന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് സഞ്ചരിച്ച പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 1-ാം പടിയുടെ 2-ാം ഭാഗം എൻ്റെ ജീവിതം എന്തുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യം നോക്കുമ്പോൾ നമ്മൾ 2-ാമത്തെ പടിയിൽ പറയുന്നതാണ് എൻ്റെ കാര്യം. ഐ ഹാവ് ലോസ്റ്റ് മൈ സാനിറ്റി. ഞാൻ ഇൻസേനായി. അപ്പോൾ ഐ ഹാവ് ടു റിസ്റ്റോർ മൈ സാനിറ്റി. എൻ്റെ നഷ്ടപ്പെട്ട സുബോധം, കുടിക്കാതിരിക്കുന്ന സുബോധമല്ല, സാനിറ്റി എന്ന സുബോധം ആണ് എനിക്ക് വീണ്ടെടുക്കേണ്ടത്. അപ്പം എൻ്റെ ജീവിതം അനിയന്ത്രിതമായതിന് കാരണം എൻ്റെ നഷ്ടപ്പെട്ട ഈ സാനിറ്റി, 2-ാം പടിയിൽ പറയുന്ന സാനിറ്റിയാണ്. പിന്നെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് ഓരോ സ്റ്റെപ്പുകൾ കടന്ന് പോകുമ്പോൾ എനിക്കത് സംബന്ധിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സ്പിരിച്വൽ മാലഡി, നമ്മൾ ആത്മീയ പാപ്പരത്വം, ആത്മീയ ദുരിതം എന്നെല്ലാം പറയുന്നുണ്ട്. ആത്മൻ എന്ന് പറഞ്ഞാൽ എൻ്റെ തന്നെ ഞാൻ, അതാണ് ആത്മൻ. ആത്മീയത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മനെ അന്വേഷിക്കുക. ആത്മൻ എന്ന് പറഞ്ഞാൽ എന്നെ അന്വേഷിക്കുകയാണ്. അപ്പം അവിടെ മാലഡി എന്ന് പറഞ്ഞാൽ ഡിസ്കണക്ഷനാണ്. ആ ഹയർ പവറും ഞാനും തമ്മിലുള്ള ഡിസ്കണക്ഷൻ വന്നിട്ടുണ്ട്. അത് മെല്ലെ മെല്ലെ നമ്മൾ ക്ലിയർ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുമ്പോൾ ഈ പടികൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഒന്നിനോടൊന്ന് കണക്ട് ചെയ്തിട്ടാണെന്ന് വരുന്നത്. ഇവിടെ നമുക്ക് 1-ാമത്തെ പടി കാണുമ്പോഴേ നമുക്ക് 2-ൽ എന്താണെന്ന് അറിയുള്ളൂ, 2 കാണുമ്പോഴേ 3 എന്താണെന്ന് അറിയുള്ളൂ, 4 കഴിയുമ്പോഴേ നമുക്ക് പിന്നെ അതിന് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം അവസാനം ഈ ഒരു പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഈ സ്പിരിച്വൽ മാലഡി എന്ന് പറയുന്ന സാധനം നമ്മളിൽ നിന്ന് ഇല്ലാതായി പോകുന്നു. ബിഗ് ബുക്ക് കൃത്യമായിട്ട് പറയുന്നത്, വെൻ ദ സ്പിരിച്വൽ മാലഡി ഈസ് ഓവർകം വി സ്ട്രെയിറ്റൻ ഔട്ട് മെന്റലി ആൻഡ് ഫിസിക്കലി. നമ്മുടെ ഈ ആത്മീയ പാപ്പരത്വം അല്ലെങ്കിൽ ആത്മീയ ദുരിതം തരണം ചെയ്യുമ്പോൾ നമ്മൾ ശാരീരികമായും മാനസികമായും നേരെയാവുന്നു. അവിടെയാണ് നമ്മൾ മദ്യത്തിന് മുമ്പിൽ നമ്മൾ ഇതുവരെ എന്താണ് ആ കുടിക്കാനുള്ള മെൻ്റൽ ഒബ്സഷനെ നമ്മൾ അറസ്റ്റ് ചെയ്ത് നിർത്തിയായിരുന്നു. ആദ്യത്തെ പെഗ്ഗിന് ബലം പിടിച്ച് കുടിക്കാതിരിക്കുകയായിരുന്നു. ഇവിടെ ആത്മീയ പാപ്പരത്വം ദുരിതം ചെയ്യുമ്പോൾ വി ആർ സ്ട്രെയിറ്റനിങ് മെൻ്റലി. ഈ മെൻ്റൽ ഒബ്സഷൻ നമ്മളിൽ നിന്ന് സ്വയം ഇല്ലാതെയാവും പോകും. ബട്ട് നമ്മളൊരു ആൽക്കഹോളിക് ആവുന്നതിന് കാരണം ഈ ഒബ്സഷൻ മാത്രമല്ല, അതോടൊപ്പം നമുക്കൊരു ഫിസിക്കൽ അലർജി ഉണ്ട്. അത് നമ്മുടെ ശാരീരിക ഘടനയുടെ വ്യത്യാസമാണ്. അത് നമ്മളോടൊപ്പം മരണം വരെ ഉണ്ടാകുകയും ചെയ്യും. അതാണ് വൺസ് ആൻ ആൽക്കഹോളിക് ഇസ് ഓൾവേസ് ആൻ ആൽക്കഹോളിക് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ സുനിൽ ചോദിച്ച ഒരു ചോദ്യം, അവിടെയാണ് നമ്മൾ എൻ്റെ സ്വന്തം വില്ലും
അല്ലെങ്കിൽ ഗോഡ്സ് വിൽ എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. എൻ്റെ ഹിതവും ദൈവഹിതവും എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. അതായത് പണ്ട് നമ്മൾ തെറ്റായ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സുനിലിനോട് പറയുന്നുണ്ട് അത് തെറ്റാണ്, അത് ചെയ്യരുത് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുന്നു. ഓക്കെ, പണ്ടും അത് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ഓർത്തു നോക്കിയാൽ അറിയാം. പക്ഷെ നമ്മൾ അന്ന് അതിനെ വകവച്ചിരുന്നില്ല എന്നർത്ഥം. ഇപ്പം ഏതെങ്കിലും ഒരു തെറ്റായ കാര്യം ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിലക്കൽ ഉണ്ടായിട്ടുണ്ട്. ഡോണ്ട് ഡു ദാറ്റ്, അത് ചെയ്യരുത് എന്ന് പറയുമ്പോഴും അന്ന് എന്താണ്, ആ ഉള്ളിൽ നിന്നുള്ള വിളിയേക്കായും വലുതായിട്ട് നമ്മൾ കണ്ടിരുന്നത് നമ്മുടെ ഹിതമാണ്, എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്, നമ്മളത് ചെയ്തു. ഇന്ന് നമ്മൾ എയിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള വരുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് തെറ്റാണെന്ന് പറയുന്നു, ആ ഉൾവിളി. അതുകൊണ്ടല്ലേ എന്താണ് നമ്മളുടെ ഏത് സാഹചര്യം കൈകാര്യം ചെയ്യുന്ന ഏതൊരു സാഹചര്യവും ഒരു ഉൾവിളി കൊണ്ടുള്ളതെന്നുള്ളത് നമ്മൾ അറിയും. അപ്പം അന്ന് നമ്മൾ ആ ദൈവഹിതത്തെ വകവച്ചില്ല, ഇന്ന് വകവയ്ക്കാൻ തയ്യാറാവുന്നു. ആ ഒരു മാറ്റമുള്ളൂ. പക്ഷേ കൂടെ കിട്ടുന്നത് ഈ സ്പിരിച്വൽ മാലഡി ഓവർകം ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സ്പിരിച്വൽ അവൈക്കനിങ്, ആത്മീയമായ ഉണർവുണ്ടാകുന്നത്. ആ ഉണർവ് വരുമ്പോഴേ നമുക്ക് ഈ പ്രിൻസിപ്പിൾസ് എല്ലാം, ആത്മീയ തത്വങ്ങളുണ്ട്. 12 പടികളിലും 12 ഈ ആത്മീയതനകത്ത് 12 സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. നിസ്സാരമായിട്ട് സത്യസന്ധത, പ്രതീക്ഷ, ഹോണസ്റ്റി, ഫെയ്ത്ത്, കറേജ്, ഇങ്ങനെയുള്ള 12 ചെറിയ പ്രിൻസിപ്പിൾസ്. അത് നമ്മുടെ 12ാമത്തെ പടി വരുന്നില്ല. 12ാം പടി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും സന്ദേശം കൊടുക്കണോ. എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഈ പ്രിൻസിപ്പിൾ 12 പടികൾ അടങ്ങിയിരിക്കുന്നതുള്ള പ്രിൻസിപ്പിൾസ് എൻ്റെ ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളതാണ് കൂടുതൽ പ്രധാനം. അപ്പോൾ എങ്ങനെ വേണം ഒരു സ്പോൺസറെ വെച്ചിട്ടോ ബുക്ക് വെച്ചിട്ടോ ഏത് രീതിയിലോ ചെയ്യാനുള്ള, എയിൽ ഒരു നിർബന്ധമില്ല. ആർക്കും എന്തും എങ്ങനെയും ചെയ്യാനുള്ള ദർ ഇസ് നോ മസ്റ്റ് ഇൻ എ എന്നാണ്. മസ്റ്റുകളൊന്നുമില്ല. ഏത് രീതിയിലും ഇപ്പോൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാം. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കിട്ടും. കൂടുതൽ വർക്ക് ചെയ്താൽ കൂടുതൽ കിട്ടും. കുറച്ച് വർക്ക് ചെയ്താൽ കുറച്ച് കിട്ടുള്ളൂ. അത്ര വ്യത്യാസമുള്ളൂ. ഓക്കെ സുനിൽ.